ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നീർറവയിലേക്ക് എവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവജനമായി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നാം 2 ആഴ്ചയായി ചിന്തിച്ചു വരുന്ന വിഷയം വീണ്ടും തുടരുവാൻ ആഗ്രഹിക്കുന്നു. കഷ്ടത എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ. കഴിഞ്ഞ 2 പ്രാവശ്യവും കഷ്ടത, ദൈവത്തിന് കഷ്ടതയുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം കഷ്ടത നേരിടും എന്ന് സവിസ്തരമായ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിച്ചു. ദൈവഭക്തിയുള്ള ഏവർക്കും ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്. ഇന്നും അതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് കഷ്ടതയുണ്ടാകുന്നു എന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, കഷ്ടതയുള്ള ബന്ധത്തിൽ വിവിധ രീതിയിൽ കഷ്ടത ഉണ്ടാകാറുണ്ട്. നമ്മൾ ചിന്തിച്ചാണ്. അന്ന് ഞാനത് ചുരുക്കി ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങാം. ചിലപ്പോൾ വ്യക്തിപരമായിരിക്കും കഷ്ടത. യോസഫിൻ്റെ, ഹന്നയുടെ ഒക്കെ അനുഭവം നോക്കിയാൽ അതായിരിക്കും. ഹന്നയ്ക്ക് പ്രതിയോഗിയുടെ നിന്നയായിരുന്നു. യോസഫിന് വിവിധങ്ങളായ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. അവൻ മാത്രമേ അത് അനുഭവിച്ചുള്ളൂ. അത് ഏതാണ്ട് യോസഫിന് ചില വർഷങ്ങൾ നീണ്ടു നിന്നു. ഏതാണ്ട് 13 വർഷത്തോളം തിരസ്കാരവും സഹോദരന്മാരുടെ ഒറ്റുകൂടുകലും ഒറ്റപ്പെടുത്തലും, പിന്നെ പൊത്തിഫറിൻ്റെ വീട്ടിലെ ചെയ്യാത്ത പാപത്തിന് കുറ്റം ചുമത്തി അവനെ തടവിലാക്കിയതും മറ്റൊക്കെയായിട്ട് അത് നീണ്ടു നിന്നു. അതിന് 105-ാം സങ്കീർത്തനം അങ്ങനത്തെ പറയുന്നത്, അവൻ്റെ ദൈവത്തിൻ്റെ സമയം വരുന്നത് വരെ, അല്ലെങ്കിൽ ഹോടെ വചനം നിവൃത്തിയാകുന്നത് വരെ അവൻ്റെ കാലുകളെ ഇരുമ്പ് ചങ്ങലം കൊണ്ട് ബന്ധിച്ചെന്ന്. അപ്പോൾ ഹന്നയ്ക്ക് 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ കാണാം. അവിടെ പ്രതിയോഗി നിമിത്തം വളരെ പട്ടിണി കിടന്നു, ദൈവത്തോട് കൈപ്പോടെ കരഞ്ഞു. അത് അവിടെ നമുക്ക് കാണാം. ദാവീദിൻ്റെ ജീവിതത്തിലും ഇത് തന്നെയുണ്ട്. വ്യക്തിപരം. 2, കുടുംബപരമായിട്ട് കഷ്ടത ഉണ്ടാകാം, അല്ലെങ്കിൽ രോഗമോ കുറ്റപര വേർപാടോ മറ്റേ പട്ടിണിയോ ഞെരുക്കമോ ആ നിലയിൽ പലവിധ സാമ്പത്തിക ഞെരുക്കമോ, ഇങ്ങനെ പലവിധമായ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകാം. അതിനും സാധ്യതയുണ്ട്. മാത്രമല്ല, സാമൂഹികമായി സഭയായി നോക്കുകയാണെങ്കിൽ മക്കെദോന്യ സഭ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചാണ്. മക്കെദോന്യ സഭ കഷ്ടത എന്ന കഠിന ശോധന ആയിരുന്നു. സാമൂഹ്യമായ രീതിയിൽ കഷ്ടതയുണ്ടായി. യെരൂശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം ഉണ്ടായെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നല്ലോ. അപ്പോസ്തല പ്രവൃത്തി 14-ന്റെ 22-ാം വാക്യം മുൻപൊരിക്കൽ നാം വായിച്ചാണ്. ഇന്ന് ഞാനത് എടുക്കുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. വിശ്വാസത്തിൽ ഇവിടെയാണെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 21-ാം വാക്യം, ആ പട്ടണത്തലം സുവിശേഷം അറിയിച്ചു. പലരെയും ശരിയാക്കിയ ശേഷം അവർ ലുസ്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന്, അല്ലെങ്കിൽ പൗലോസിനെ വളരെ ഉപദ്രവം നേരിട്ട സ്ഥലത്തേക്ക് മടങ്ങി വന്ന് അവിടെ വെച്ച് പുതിയ വിശ്വാസികളെ ഉറപ്പിക്കുകയാണ്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. അത് മാത്രമല്ല, നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതുമാകുന്നു. അപ്പോൾ ദൈവമക്കൾക്ക് കഷ്ടതയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വ്യക്തിപരമായിരിക്കാം, സാമൂഹ്യമായിരിക്കാം, കുടുംബപരമായിരിക്കാം, ഇങ്ങനെ പലതരത്തിൽ കഷ്ടത അനുഭവപ്പെടുന്നു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചതുപോലെ കഷ്ടം വരുമ്പോൾ കുറ്റം ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ട് ഞാൻ കഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. പല കാര്യത്തിൽ ഇടപെട്ടിട്ടുമല്ല, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുകയും ചെയ്തിട്ട് കഷ്ടപ്പെടുകയല്ല. പിന്നെ വിശ്വാസിയായിട്ട് കഷ്ടം സഹിക്കണമെന്നാൽ ലജ്ജിക്കരുത്. ദൈവവിശ്വാസം കഷ്ടം സഹിക്കണമെന്നാൽ ലജ്ജിക്കപ്പെടരുത്. മാത്രമല്ല, സത്യനിമിത്തം, ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം കഷ്ടം സഹിച്ചാൽ, അന്യായമായി കഷ്ടത നേരിട്ടാൽ ലജ്ജിക്കരുത് എന്നൊക്കെ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ ഇത് വിശദമായി കാണാം. വാക്യങ്ങൾ
മുൻപ് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പിന്നെ ഇന്ന് പറയാൻ എന്തുകൊണ്ട് കഷ്ടത വരുന്നു, ദൈവജനത്തിന് എന്തുകൊണ്ടാണ് കഷ്ടത ഉണ്ടാകുന്നത്, നമുക്ക് അല്പമായി അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? ഒന്നാമത്, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയാണ് കിടക്കുന്നത്. യോഹന്നാൻ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന് 2-3 വാക്യങ്ങൾ, 1-ാം വാക്യം മുതൽ, കാൺമിൻ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ലോകം അവനെ അറിഞ്ഞിട്ടില്ലായിക്കൊണ്ട് നമ്മെയും അറിയുന്നില്ല. അപ്പോൾ ഈ ലോകത്തിന് ഇത് മറിഞ്ഞിരിക്കുന്നതാണ്. ഈ ക്രിസ്തു യേശുവിലെ രക്ഷ, വീണ്ടെടുപ്പ്, നിത്യജീവൻ എന്നുള്ളതൊക്കെ ഇക്കാലത്തിന് മറിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ മാത്രമല്ല, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ്. യോഹന്നാൻ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഒക്കെ നമുക്കത് കാണാം. സർവ്വലോകവും ഗലാത്യ ലേഖനത്തിൽ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന്. അപ്പോൾ ലോകം ദുഷ്ടൻ്റെ അധീനതയിലാണ്, ദുഷ്ടൻ്റെ സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ സാത്താൻ്റെ സ്വാതന്ത്ര്യത്തിലാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ അധീനതയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്നർത്ഥം. കൊലോസിന് 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിളിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. അപ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി. അങ്ങനെ വിടുവിക്കപ്പെട്ടവരെ അന്ധകാര ശക്തികൾ നിരന്തരം ഉപദ്രവിക്കും. യഹൂദന്മാരിൽ ഇടയ്ക്കാണല്ലോ ദൈവസ്വഭാവം ഉള്ളെടുത്തത്, അല്ലെങ്കിൽ അവരിൽ നിന്നാണല്ലോ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്കിത് കാണാമല്ലോ. അന്ന് 3000 പേർ സ്നാനമേറ്റ് പത്രോസിനോട് ചേർന്നല്ലോ, അപ്പോസ്തലന്മാർ ചേർന്നല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ അന്ന് ഉപദ്രവമൊന്നും ഉണ്ടായില്ല. എന്നാൽ 4-5 അധ്യായം മുതൽ നോക്കിയാൽ അവർക്ക് എതിർപ്പ് തുടങ്ങി. കാരണം നസ്രായ മതം വല്ലാത്ത രീതിയിൽ വളരുന്നു, വല്ലാതെ അത് പടരുന്നു. ചുരുക്കം പറഞ്ഞാൽ പിന്നെ എതിർപ്പ് തുടങ്ങി. ആദ്യം തർജ്ജനം ചെയ്തു, പിന്നെ അവരെ ശാസിച്ചു, പിന്നെ അടിച്ചു. ചുരുക്കി പറഞ്ഞ അപ്പോസ്തലന്മാരെ തടവിലാക്കി. അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് നീങ്ങുമ്പോൾ യെരൂശലേമിലെ സഭയിൽ വലിയ ആൾക്കൂട്ടമായി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യത്തെ മെഗാ ചർച്ച യെരൂശലേമിലെ, ഇന്ന് മെഗാ ചർച്ചയുള്ള കാലമാണല്ലോ. ലക്ഷങ്ങൾ കൂടുന്നു എന്നൊക്കെ പറയുന്ന, ഞാൻ ഇടയ്ക്കെന്ന് പറയുന്നതാണ് മെഗാ ചർച്ചകളുടെ കാലം. എന്നാൽ ഞാൻ പറയുക ആദ്യത്തെ മെഗാ ചർച്ച യെരൂശലേമില്ല. കാരണം ഈ പുരുഷന്മാരുടെ എണ്ണം 5000-ഓളമായെന്ന് ആ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാം. അപ്പോൾ എന്താണ് അവരുടെ തിരുവെഴുത്ത് ഉപയോഗിച്ച് തിരുവെഴുത്തുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. മശിഹ വരും. പക്ഷേ അവർ വിചാരിച്ചതിനും തികച്ചും വിരുദ്ധമാണ്. അവരുടെ കണ്ണുകൾ തുറന്നില്ല. പൗലോസാണല്ലോ പറഞ്ഞേ, അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. കുന്തിനത്തിൽ അവൻ പറഞ്ഞല്ലോ. അപ്പോൾ തേജസ്സിൻ്റെ കർത്താവിനെ അവർ ക്രൂശിക്കുകയും മാത്രമല്ല അവൻ മൂലം വീണ്ടെടുപ്പും രക്ഷയും ഒക്കെ പഠിപ്പിക്കുന്ന രീതിയെ അവർ അംഗീകരിക്കാതിരിക്കുകയും അവർ ശക്തിയുക്തം എതിർത്തു. അവസാനം സ്തേഫാനോസിനെ അവർ കൊല ചെയ്തു. മാത്രമല്ല ശൗല് ദൈവ മക്കൾക്കെതിരെ കൊലയും മറ്റും വിശ്വസിച്ച് രംഗത്ത് വന്നു. മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിച്ചാൽ 1-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങൾ ചേറിപ്പോയി. ഏതാണ്ട് 5000 പുരുഷന്മാർ കൂടി വന്ന സഭ, ഓരോ നാളും വളർന്നുകൊണ്ടിരുന്ന സഭ, അവസാനം വീണ്ടും 12 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ചിതറത്തക്ക രീതിയിൽ ആയിത്തീർന്നു. വാസ്തവത്തിൽ ഒരു ദൈവിക പദ്ധതിയാണത്. അപ്പോൾ അന്നത്തെ മെഗാസഭ ദൈവം തന്നെ തല്ലിച്ചിതറിച്ച് ദൂരെയായി. ചുരുക്കി പറഞ്ഞാൽ അന്ധകാര ശക്തിയുടെ ആ പ്രവൃത്തി ദൈവനാമത്തിനായി ഉപയോഗിച്ചത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഉപദേശം അല്ലെങ്കിൽ ക്രിസ്തുവിൽ കൂടെ രക്ഷ, മാനസാന്തരം, സ്നാനം, വേർപാട്,
പരിശുദ്ധാത്മസ്നാനം മറ്റ് ഉപദേശ സത്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഒരു വലിയ പ്രശ്നമായി മാറി. അന്നത്തെ സമൂഹത്തിന് പ്രശ്നമായി മാറി. അവർ എതിർത്തു. ചുരുക്കി പറഞ്ഞാൽ അത് കാട്ടുതീ പോലെ വളർന്നു. ദൈവം ശൗലിനെ എഴുന്നേൽപ്പിച്ചു. പുള്ളി അദ്ദേഹം അറിയാവുന്ന ആ രാജ്യം കഴിയാവുന്ന രാജ്യങ്ങളെല്ലാം ചുറ്റി സഞ്ചരിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അവിടങ്ങളെല്ലാം സഭയുണ്ടായി. വലിയ വിശാലതയായി. ആയുധങ്ങൾ അവിടെ ആയി കൂടി വരാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അന്ധകാര ശക്തികൾ എതിർത്തു. കാരണം അവർ നാട്ടിലെ ആചാരത്തിനും അവരുടെ മര്യാദകൾക്കും അവരുടെ രീതികൾക്കും എതിരെ തികച്ചും വ്യത്യസ്തമായി അവരിൽ നിന്ന് വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടം ഉടലെടുത്തപ്പോൾ അവർ എതിർത്തു. അത് ഞാൻ പറഞ്ഞത്, നാം ഒരു അന്ധകാര ശക്തിയുടെ കീഴിലുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ കർത്താവിനെ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. തൻ്റെ പ്രാർത്ഥനാമധ്യയെ പറഞ്ഞതാണ്. അവരെ ദുഷ്ടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണം. ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, അവരെ ദുഷ്ടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ കർത്താവായ യേശു തന്നെ ലൗകികന്മാരായിരുന്നവരെ ലോകത്തിൽ നിന്നെടുത്ത് ലൗകികന്മാരല്ലാതാക്കി അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അപ്പോൾ സ്വർഗീയന്മാരായിട്ടുള്ളവരെ, ആരായി തീർന്നവരെ ഇവിടുള്ളവർ ഉപദ്രവിക്കും. അന്ധകാര ശക്തി സകല വിധത്തിലും ഉപദ്രവിക്കും. ഇവിടെയും അത് കാണാമല്ലോ. മറ്റ് മതങ്ങളിൽ നിന്ന് കർത്താവിനെ സ്വീകരിച്ച് മുന്നോട്ട് വരുന്നവർ, സുവിശേഷത്തിൻ്റെ സത്യം ഉൾക്കൊണ്ട് മുന്നോട്ട് വരുന്നവരെ മറ്റുള്ളവർ പായിക്കും, ഒറ്റപ്പെടുത്തും, കുടുംബങ്ങളെ ഒറ്റപ്പെടുത്തും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു സുവിശേഷത്തിന് അനുകൂലമായ ലോകത്തിലല്ല ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എതിർപ്പുണ്ടാകും. മറ്റ് മതങ്ങൾ, മറ്റ് രാഷ്ട്ര നിയമങ്ങൾ അതിനെല്ലാം വിരുദ്ധമായി വരുമ്പോൾ അവർ ശക്തിയായി എതിർക്കും. അത് നമ്മെ കഷ്ടതയിലേക്ക് നയിക്കും. അവരുടെ എതിർപ്പ് നമ്മെ പല വിധത്തിലുള്ള കഷ്ടതയിലേക്ക് നയിക്കും. ഞാൻ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിലെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, അവനെ എറിഞ്ഞ് താഴെയിട്ട് മരിച്ചു പോയി എന്നും പറഞ്ഞ് ചണ്ടി പോലെ വലിച്ചുകൊണ്ട് പോയതാണ്. പട്ടണത്തിൻ്റെ പുറത്തേക്ക് എഴിച്ചുകൊണ്ട് പോയി. ആ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് ശിഷ്യന്മാർ ചുറ്റും നിൽക്കുമ്പോൾ എഴുന്നേറ്റ് ദർബയ്ക്ക് പോയിട്ട് അവിടെയും സൂക്ഷിച്ചിട്ട് മടങ്ങി വന്നു. എന്നിട്ടാണ് പറഞ്ഞത്, വിശ്വാസത്തിൽ നിലനിൽക്കണം, നാം അനേക കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. കാരണം വിശ്വാസക്ക് ഒരിക്കലും ലോകം അനുകൂലമല്ല. നമ്മുടെ ഉപദേശത്തിന് അല്ലെങ്കിൽ ദൈവവചനപ്രകാരമുള്ള ഉപദേശത്തിന് ഈ ലോകം ഒരിക്കലും അനുകൂലമല്ല. കാരണം ലോകത്തിൻ്റെ ചിന്താഗതിയും ലോകത്തിൻ്റെ ഫിലോസഫിയും ലോകത്തിൻ്റെ ഭരണവ്യവസ്ഥകളും എല്ലാം അതാത് മതങ്ങളുടെ സാത്താൻ്റെ ആധിപത്യത്തിനുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊരുത്തൻ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അവൻ ശക്തിയായി എതിർക്കും. കർഷകരെ ഞാൻ മനസ്സിലാക്കിയ ഒന്നാമത്തെ കാരണം അതാണ്. നമ്മുടെ നാട്ടിലും എത്രയോ ആളുകൾ പാരമ്പര്യ സഭകളിൽ നിന്ന് പുറത്തു വന്നവർ അന്ന് മാത്രമല്ല ഇന്നും പല രീതിയിൽ ഉപദ്രവം നേരിടുന്നുണ്ടല്ലോ. മതപരമായി മറ്റ് മതങ്ങളിൽ നിന്ന് കർത്താവിനെ സ്വീകരിക്കുന്നവർ എത്ര ഭയത്തോടെ ജീവിക്കുന്ന, ആ പ്രാണഭയത്തോടെ ജീവിക്കുന്ന സാഹചര്യമുണ്ട്. ചില മതങ്ങളിൽ ഞാൻ പേര് പറയുന്നില്ല. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിഞ്ഞു പോയാൽ പിന്നെ ജീവനോടെ വെച്ചേക്കരുന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ടോ, അതിന് ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് കാരണം ഇതാണ്. ആ സാത്താന്യ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ അവൻ ശക്തിയായി എതിർക്കും. മാത്രമല്ല വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അപ്പോൾ ഒന്ന് ലോകവും അല്ലെങ്കിൽ ലോകത്തിൻ്റെ അധിപതിയും, ഈ ലോകത്തിൻ്റെ അധിപതിയായവൻ സകല ശക്തി ഉപയോഗിച്ച് ദൈവജനത്തെ എതിർക്കും. വിവിധ തരത്തിലുള്ള കഷ്ടതകൾ കൊണ്ടുവരും. നിയമം മൂലമോ പല രാജ്യങ്ങളും സംഭവിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും നിയമം മൂലം മതപരിവർത്തനം നിരോധിച്ചിരിക്കുന്നില്ല. മതപരിവർത്തനം എന്ന് പറയുന്നത് വിശ്വാസത്തിലേക്ക് വരുന്നതിനെ നിരോധിച്ചിരിക്കുന്നല്ലോ. ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ദൈവദാസന്മാർ കഠിനമായി പീഡിപ്പിക്കപ്പെടുന്നല്ലോ. എന്തുകൊണ്ട്? കാരണം അവർ
അവർ ഇന്നത്തെ അവിടുത്തെ തദ്ദേശീയമായ ആചാരങ്ങൾക്കും രീതികൾക്കും പ്രാക്ടീസുകൾക്കും എല്ലാം വിരുദ്ധമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് ശരിയാണ്. അപ്പോൾ മറ്റുള്ളവർ എതിർക്കും. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലായിടത്തും ഇത് ബാധകമാണ്. ദൈവജനത്തിന് സർവ്വസ്ഥലത്ത് ലോകമെമ്പാടും, ഇറാനിൽ മറ്റു പല മുസ്ലിം രാജ്യങ്ങളിലും എത്ര ഭയന്നാണ് എപ്പോഴും ആരാധനയ്ക്ക് കൂടുന്നത്. ഇതിന് കാരണം അവിടുത്തെ രീതിയും നിയമവും ഇതിനെതിരാണ്. പക്ഷേ സത്യം അറിഞ്ഞവർ സത്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ പലവിധ കഷ്ടതകൾ നേരിടേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വായിച്ചതാണ് 1 Petrus 5-8 നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സമൂഹം എന്ന പോലെ ആഴെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. എന്നിട്ട് പറഞ്ഞു 9-ാം വാക്യത്തിൽ, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് കഷ്ടപ്പാട് തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. അപ്പോൾ ലോകമെമ്പാടും ക്രിസ്തീയ സത്യവിശ്വാസം പത്യോപദേശത്തിന് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും ക്രിസ്തു മതം തന്നെ എതിരാണ്. ഇപ്പോൾ കത്തോലിക്ക രാജ്യങ്ങൾ കരിസ്മാറ്റിക് പടർന്നു പിടിക്കുന്നെങ്കിലും അത് അതിനുള്ളിൽ നിന്നോണം, ആ ചട്ടക്കൂട്ടിൽ നിന്നോണം, ഇല്ലെങ്കിൽ എതിർപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്ട് 400 മതങ്ങൾ ഭൂമിയിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ മതങ്ങളെല്ലാം യേശു ക്രിസ്തുവിലുള്ള രക്ഷയ്ക്ക് അനുകൂലമല്ല, എതിരാണ്. ഇതെല്ലാം സാത്താന്യ സൃഷ്ടിയുമാണ്. ലോകത്തിലെ മതങ്ങളെല്ലാം ദൈവവചനം അനുസരിച്ച് നോക്കിയാൽ ദൈവത്താൽ നിയമിക്കപ്പെട്ടതല്ല, സാത്താന്യമാണ്. അപ്പോൾ സത്യത്തിന് നേരെ വരുമ്പോൾ, അല്ലെങ്കിൽ സത്യവുമായുള്ള ബന്ധത്തിൽ വരുമ്പോൾ, യേശുവെന്ന സത്യവുമായുള്ള ബന്ധത്തിൽ വരുമ്പോൾ ആ മതങ്ങളെല്ലാം എതിരാകും. അങ്ങനെ വരുമ്പോൾ യേശുവെന്ന സത്യത്തെ ആര് പിൻപറ്റുന്നോ അവർ എതിർക്കും, മറ്റു അന്ധകാര ശക്തികളെ എതിർക്കും. അപ്പോൾ ഒന്നാമത് വിശ്വാസി കഷ്ടം വരുന്നത് ലോകത്തിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കാരണം ലോകത്തിൻ്റെ ചിന്താഗതിയും ദൈവത്തിൻ്റെ ചിന്താഗതിയും ഒന്നല്ല, രണ്ടാണ്. അപ്പോൾ കഷ്ടത ഉണ്ടാകും, അവർക്ക് പോരാട്ടം ഉണ്ടാകും, ഞെരുക്കം ഉണ്ടാകും, എതിർപ്പുണ്ടാകും, വിഷമം ഉണ്ടാകാതിരിക്കത്തില്ല. രണ്ടാമത് നാം കാണുന്നത് 107-ാം സങ്കീർത്തനത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിങ്ങനെ കാണാം. അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അതിങ്ങനെ 10-ാം വാക്യം, ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചെങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് മറക്കുകയും 10-ാം വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞു, ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നവർ അവരുടെ അവസ്ഥ എന്താണെന്ന് എഴുതിയിരിക്കുന്നു. ഇരുളിലും അന്ധതമസിലും അകപ്പെടുന്നു, പ്രകാശം അവർക്ക് നഷ്ടപ്പെടുന്നു, വെളിച്ചം നഷ്ടപ്പെടുന്നു. എന്നിട്ട് അരിഷ്ടതയാലും ഇരുമ്പ് ചെങ്ങലയാലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി, അവരുടെ വീണു, അവരെ സഹായിക്കാൻ അറിവില്ല. അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിലെ ഓടുതൽ പിടിച്ചു. അവൻ അവരെ ഞെരുക്കൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ വാക്യം, അവൻ അവരെ ഈട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധങ്ങളെ അറുത്ത് കളഞ്ഞു. ദൈവത്തോട് മത്സരിച്ച് ദൈവവചനത്തിന് വിധമായി പോകുന്നവർക്ക് തീർച്ചയായിട്ടും കഷ്ടതയുണ്ടാകും. മിസ്റ്റർ യോനായെ നമുക്കറിയാമല്ലോ, വളരെ ശ്രേഷ്ഠമായൊരു പ്രവാചകനായിരുന്നു. എന്നാൽ യോനായ്ക്ക് എന്തുകൊണ്ടാണ് മീനിൻ്റെ വയറ്റിൽ ചെന്ന് അവിടെ കിടക്കേണ്ടി വന്നത്? ദൈവത്തോട് അനുസരിക്കേണ്ടി കാണിച്ചു. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടില്ല. എബ്രാഹിം 12-ാം അധ്യായത്തിൽ മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അപ്പൻ സ്നേഹിക്കുന്ന മകനെയാണ് ശിക്ഷിക്കുന്നത്. അപ്പോൾ ശിക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഒരു പിതാവും
ഈ കാരണമില്ലാതെ മക്കളെ ശിക്ഷിക്കുകയില്ലല്ലോ. അപ്പോൾ ബാലശിക്ഷയ്ക്ക് അർഹമായ ജീവിതത്തിൽ അനുസരണക്കേട് വരുമ്പോൾ, പാളിച്ച വരുമ്പോൾ ശിക്ഷിക്കും. അത് കഷ്ടതയിലേക്ക് നയിക്കും, ഞെരുക്കങ്ങളിലേക്ക് നയിക്കും. രോഗങ്ങളോ മറ്റ് പല രീതിയിലും സംഭവിക്കാം. കൊരിന്ത്യർ സഭയിൽ കർത്തൃമേശയുമുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നല്ലോ, ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഇത് ഹേതുവായി. ഏത് ഹേതുവായി? വ്യക്തമായി പറയുന്നു 1 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 30 വാക്യത്തിൽ, ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീന രോഗികളുമാകുന്നു. 31 വാക്യം, അനേകരും നിദ്ര കൊള്ളുന്നു. കൊരിന്ത്യയിൽ അത് സംഭവിച്ചല്ലോ, ബലഹീനരായി. ഞാൻ ഒരു കാര്യം തീർത്തു പറയാം. ഒരുപക്ഷെ എന്നെ കർശനമായി പലരും വിമർശിച്ചേക്കാം, എന്നാലും സാരമില്ല. കർത്തൃമേശയിൽ അതിനെ വേണ്ടതുപോലെ വിശുദ്ധിയില്ലാതെ പങ്കെടുത്താൽ, ജീവിതത്തിൽ ക്രമീകരണമില്ലാതെ, ജീവിതത്തിൽ വേണ്ട തരത്തിൽ ശുദ്ധീകരണമില്ലാതെ കർത്തൃമേശയിൽ പങ്കെടുത്താൽ ഈ 3-ലേതെങ്കിലും ഒന്നിന് കാരണമാകും. പല രോഗങ്ങൾക്കും കാരണം അയോഗ്യമായ അപ്പം തിന്നുന്നതാണ്. അപ്പോൾ പല ബലഹീനതയ്ക്കും കാരണം അയോഗ്യമായ അപ്പം തിന്നുന്നതാണ്. സമയത്തിന് മുൻപ് ലോകത്തെ വിട്ട് പലരും പോകാൻ കാരണം അയോഗ്യമായ അപ്പം തിന്നുന്നതാണ്. ഞാൻ ആരെയും വിധിക്കുകയല്ല, ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. അപ്പോൾ അനുസരണക്കേട് നിമിത്തം വചനത്തെ വേണ്ടതുപോലെ അനുസരിക്കാതെ അതിനോട് വിരുദ്ധമായി വിഘടിച്ചാൽ തീർച്ചയായിട്ടും ബാലശിക്ഷകളിൽ കൂടെ പോകും. പഴയ നിയമത്തിലൂടെ പോയാൽ ന്യായന്മാരെന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ടല്ലോ. അക്ഷരിക ഇസ്രായേലിന് എന്തുകൊണ്ട് അവർ അടിമകളായിപ്പോയി, പുറജാതികൾ അവരെ ഭരിക്കാൻ കാരണമെന്ത്? ദീർഘവർഷങ്ങൾ അവർ പല ജാതികളുടെ അടിമകളായല്ലോ, പല കാലത്തായി. കാരണം ഓരോ ന്യായാധിപൻ മരിക്കുമ്പോഴും അവർ തോന്നിയ പോലെ പോകും. ദൈവത്തെ മറന്ന്, ദൈവവചനത്തെ മറന്ന്, ദൈവിക ആലോചനയെ മറന്ന് അവർ വിവിധ ആരാധികളായി മാറും. ഫലമോ ജാതികൾ അവരെ ഞെരുക്കാൻ തുടങ്ങും. അപ്പോൾ അവർ നിലവിളിക്കും. എത്രയോ പ്രാവശ്യം ന്യായന്മാരുടെ പുസ്തകത്തിൽ കാണാം. ഇതേപോലെ തന്നെ ദൈവജനത്തിൻ്റെ മധ്യേ പലപ്പോഴും കഷ്ടത വ്യാപരിക്കുന്നത് ഒന്ന്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ദൈവജനത്തിന് ഒരിക്കലും യോഗ്യമല്ലാത്ത ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ എതിർപ്പ് മൂലം, സാത്താൻ്റെ എതിർപ്പ് മൂലം നമുക്ക് കഷ്ടതയുണ്ടാകാം. 2, വിശ്വാസിയുടെ അനുസരണക്കേട് മൂലം. പാട്ട് കാണും, ഭക്തി കാണും, ഭക്തി പ്രകടനം കാണും, വാചകമടി കാണും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിന് ശരിയായ സ്ഥാനമില്ല, അവൻ്റെ വചനത്തിന് സ്ഥാനമില്ല. അങ്ങനെ വരുമ്പോൾ കഷ്ടതയിൽ കൂടെ നടത്തും, നമുക്കിഷ്ടമില്ലാത്ത അനുഭവങ്ങൾ കൂടെ നടത്തും. അത് സ്വാഭാവികം. അപ്പോൾ കഷ്ടത വരുന്നത് രണ്ടാമത്തെ കാരണം അനുസരണക്കേട്, അല്ലെങ്കിൽ ദൈവാവസ്ഥയ്ക്ക് വഴങ്ങി ജീവിക്കാത്തവർക്ക് തീർച്ചയായിട്ടും കഷ്ടത ഉണ്ടാകും. വിശ്വാസികളെന്ന് പറഞ്ഞിട്ട് വേറെ കാര്യമുണ്ട്. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ എന്നവിടെ പറഞ്ഞു. ഇബ്രാഹിം 12 അധ്യായത്തിൽ ജാരസന്തതി അത്രേ, അവൻ്റെ അകത്ത് ഔദ്യോഗികമായി മക്കളല്ലെന്ന. അപ്പോൾ മക്കളെ മാത്രമേ, അല്ലെങ്കിൽ അവൻ്റെ മക്കളായി തീർന്ന, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് വാസ്തവമായി ദൈവമക്കളായി തീർന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവനോട് അനുസരണക്കേട് കാണിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ബാലശിക്ഷയുണ്ട്. അവർ കഷ്ടതകൾ കൂടെ ഞെരുക്കങ്ങൾക്കൊക്കെ നടത്തപ്പെടാം. അപ്പോൾ ആ കഷ്ടതയിലാകുമ്പോൾ അവർ നിലവിളിക്കുകയും മനസ്സാന്തരപ്പെടുകയും ചെയ്ത് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ട്. 3, എന്തുകൊണ്ട് കഷ്ടതയുണ്ടാകുന്നു? മൂന്നാമത്തെ കാരണം ഞാൻ പറയുന്നത് ദൈവിക ഉദ്ദേശം നിറവേറാൻ. ഞാൻ യോസഫിൻ്റെ കഷ്ടത ആദ്യം പറഞ്ഞല്ലോ. അത് വാസ്തവം പറഞ്ഞാൽ അതിന് വളരെ മുൻപ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞാൽ, നിൻ്റെ സന്തതി തങ്ങളല്ലാത്ത ദേശത്ത് 400 വർഷം പാർക്കും, അവിടുന്ന് ഞാൻ ഇവിടെ മടക്കി വരുത്തും.
അത് നിറവേറാൻ ദൈവത്തിന് ചില പാതകളിൽ കൂടെ അവരെ നടത്തിയേ പറ്റുള്ളൂ. യോസഫിനെ ആ മിസ്രൈമിലേക്ക് അയച്ചു. 105 സങ്കീർത്തനം 18 വാക്യമാണെന്ന് തോന്നുന്നു. അതിൽ എഴുതിയിട്ടുണ്ടല്ലോ 17, 18, 19. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. ദൈവിക പദ്ധതി നിറവേറണമെങ്കിൽ അത് നടന്നേ പറ്റുള്ളൂ. വേറൊരു സംഭവം കൂടെ പറയാം. രൂത്തിൻ്റെ പുസ്തകത്തിൽ, രൂത്ത് പ്രജാധികാരിയാണ്. മോവാബിൻ്റെ 10ാം തലമുറ പോലും ഇസ്രായേലിൻ്റെ പാളയത്തിൽ കടക്കരുതെന്ന് മോശയുടെ പുസ്തകത്തിലുണ്ട്. ആ സ്ഥാനത്ത് പുറജാതിക്കാരെ രൂത്തിനെ കർത്താവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തുവാൻ ഒരു ദൈവിക പദ്ധതിയുണ്ട്. അപ്പോൾ അത് നിവൃത്തിയാകണമെങ്കിൽ മോവാബിലേക്ക് പോകണം. അവളുടെ ജീവിതത്തിൽ അവൾ പറയുന്നു, മാറാ സർവശക്തൻ കത്യന്തം കൈപ്പാതിനോട് പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ അവളുടെ ഭർത്താവ് പോയി, മക്കൾ 2 മരിച്ചു. തികച്ചും ആശ്രയമില്ലാത്ത അവസ്ഥ. തിരിച്ച് മടങ്ങി ബെത്ലഹേമിലേക്ക് വരുമ്പോഴാണല്ലോ രൂത്ത് മോളോട് കൂടെ പോരുന്നത്. അവളുടെ തീരുമാനം ദൈവം മാനിച്ചു. അവസാനം യേശുവിൻ്റെ വംശാവലിയിൽ രൂത്തിൻ്റെ പേര് ഉൾപ്പെടുത്തക്ക രീതിയിൽ ദാവീദിൻ്റെ മുതുമുത്തശ്ശിയായി രൂത്ത് മാറി. ദൈവിക ഉദ്ദേശമാണ്, അത് ആർക്കും മാറ്റാൻ സാധ്യമല്ല. ദൈവിക പദ്ധതി അത് നിറവേറണമെങ്കിൽ ചില കഷ്ടങ്ങൾ കൂടെ കടന്നുപോയേ പറ്റുകയുള്ളൂ. നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒന്നായിരിക്കത്തില്ലല്ലോ. അപ്പോൾ ദൈവികതം വേണ്ടവണ്ണം നമ്മൾ നിറവേറണമെങ്കിൽ അതിനനുസരിച്ച് ആനുപാതികമായ അവസ്ഥയിൽ നാം നടത്തപ്പെടണം. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കഷ്ടത വളരെ കൂടുമ്പോൾ മനസ്സിന് വേദനയും പ്രയാസവും ഉണ്ടാകും. എങ്കിലും എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണാമല്ലോ. അതുപോലെ പത്രോസ് അതിനെക്കുറിച്ച് പറഞ്ഞു. 12-ലെ 2-ാം ഭാഗം, തനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ദൈവസമൂഹത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ കൂടി അല്ലാതെ മാനവജാതിക്ക് മോചനമില്ല എന്നുള്ളത് ദൈവിക അവസ്ഥയാണ്. അത് നിറവേറിയേ പറ്റുകയുള്ളൂ. കർത്താവ് സഹിക്കണം. അവൻ സഹിച്ചെങ്കിലേ മാനവജാതിക്ക് രക്ഷയുള്ളൂ. അവനതിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം അതാണല്ലോ കാണുന്നേ. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം. മാത്രമല്ല പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം, അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ ഇങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ട് എത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. അപ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടവും പിൻവരുന്ന മഹിമയും സൂചിപ്പിച്ചപ്പോൾ ആ സമയം എങ്ങനെയുള്ളതെന്ന് അവർ ആരാഞ്ഞു നോക്കി. 10-ാം വാക്യത്തിലുണ്ട്, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. വിഷയം ഇതാണ്. കഷ്ടത ദൈവിക പദ്ധതി നിറവേറാനുള്ള, വ്യക്തി ജീവിതത്തിലും ദൈവിക പദ്ധതി നിറവേറാനുള്ള ഒരു മാർഗമാണ്. മറ്റുള്ളവരുടെ ചുരുക്കി പറഞ്ഞാൽ ഉപദ്രവം മാത്രമല്ല, ചിലരെ അനുസരണയ്ക്കാൻ അവരെ നേരെയാക്കാനുള്ള ദൈവിക പദ്ധതി മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ ദൈവിക ഉദ്ദേശം നിറവേറാനുള്ള ഒരു മാർഗം കൂടിയാണ് കഷ്ടത. മാത്രമല്ല എൻ്റെ ഒരു വാക്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. യെശയ്യാപ്രവചനം 48-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമുക്കിങ്ങനെയാണ്, ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെപ്പോലെ അല്ലതാനും കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്. അപ്പോൾ ഇസ്രായേലിനുള്ള ഒരു പ്രവചനമാണ്. ശുദ്ധീകരിച്ചിരിക്കുന്നു. വിശുദ്ധീകരണത്തിന്, നമ്മുടെ വിശുദ്ധീകരണത്തിന് ഏറ്റവും നല്ല മാർഗമാണ് കഷ്ടത. രക്ഷിക്കപ്പെട്ട ഉടനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയല്ലോ.
ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിധങ്ങളായ കഷ്ടങ്ങൾ കൂടെ നാം കടന്നുപോയി ജീവിതം ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ വിശുദ്ധീകരണത്തിന് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് വേറെ രീതിയിലാണ് പറഞ്ഞത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്തത് നീക്കളയുന്നു. കായ്ക്കുന്ന കൊമ്പൊക്കെയും അധികം ഫലം കായ്ക്കാൻ ചെത്തി വെടിപ്പാക്കുന്നു. ചെത്തുമ്പോൾ വേദനയുണ്ട്, ചെത്തുമ്പോൾ മുറിവുണ്ട്. എന്തിനാ? അത് അധികം ഫലം കായ്ക്കാൻ. ഇതുപോലെ തന്നെ വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടതയോ രോഗമോ അല്ലെങ്കിൽ ഞെരുക്കമോ പട്ടിണിയോ വേദനയോ മറ്റു തരത്തിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എല്ലാം വരുന്നത് നമ്മെ നഷ്ടപ്പെടുത്താനല്ല, പിന്നെയോ നമുക്ക് നാശം വരുത്താനല്ല, പിന്നെ നമ്മെ അധികം ഫലം കായ്ക്കാൻ ചെത്തി വെടിപ്പാക്കുന്നു. അപ്പോൾ മറ്റനേക കാരണങ്ങൾ കണ്ടേക്കാം. ഞാൻ മനസ്സിലാക്കിയത് ഈ 4 കാരണങ്ങളാണ്. ഈ 4 കാരണങ്ങളാണ് കഷ്ടതയുണ്ടാകുന്നത്. മറ്റേം കണ്ടേക്കാം. ഒന്ന്, ലോകത്തിന് നമുക്കൊരിക്കലും അനുകൂലമല്ലാത്ത ലോകത്തിൽ നാം ജീവിക്കുന്നതുകൊണ്ട് ലോകം നമ്മെ ഉപദ്രവിക്കും. മാത്രമല്ല ദൈവവചനത്തെ അനുസരണക്കേട് കാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ കഷ്ടതയുണ്ടാകും. ദൈവിക ഉദ്ദേശം നിറവേറാൻ കഷ്ടതയിൽ കൂടെ നടത്തും. ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ ദൈവം കഷ്ടത അനുവദിക്കും. അപ്പോൾ മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. പലപ്പോഴും പലരും ധരിക്കുന്നത് ദൈവം ഒന്നും അറിയുന്നില്ലെന്ന ഒരു കാര്യം കൂടെ. നമ്മുടെ കർത്താവ് ആദിയിൽ തന്നെ അവസാനം അറിയുന്നവനാണ്. അവൻ്റെ മുന്നറിവിലില്ലാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. നാം കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ, വേനലിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, മാറാ രോഗങ്ങൾ നമ്മെ അലട്ടുമ്പോൾ, ഞെരുക്കം നമ്മെ അലട്ടുമ്പോൾ, ഇല്ലായ്മകൾ തന്നെ നമുക്ക് ഉണ്ടാകുമ്പോൾ എല്ലാം കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് അറിയുന്നു. യേശാപ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവ് നിങ്ങൾക്ക് ഞെരുക്കത്തിൻ്റെ അപ്പവും മറ്റും തന്നാലും നിൻ്റെ ഉപദേഷ്ടാവും മറഞ്ഞിരിക്കുകയില്ല. ഞാൻ ആ വാക്യം തന്നെ വായിക്കാം. യേശാപ്രവചനം 9-ാം അധ്യായം 20-ാം വാക്യം. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ഇതെല്ലാം സംഭവിക്കുമ്പോഴും നാം അവൻ്റെ ദൃഷ്ടിപാതത്തിലാണ്. തങ്ങളെ ആഗ്രഹിതന്മാരെ ആയിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലമാണെന്ന് കാണിക്കുന്നത് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന് ദിനവൃത്താന്തങ്ങളുണ്ട്. അപ്പോൾ കർത്താവ് സകലവും കാണുന്നു. വാറൻ വെസ്റ്റ്ബി എന്ന് പറഞ്ഞ ദൈവദാസന് അടിക്കടി പറയുന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു. ഗാഡ്സ് ഐ ഈസ് ഓൺ ദ ക്ലോക്ക്, ഹിസ് ഹാൻഡ്സ് ഓൺ ദ തെർമോസ്റ്റാറ്റ്. അതായത് ദൈവത്തിൻ്റെ കണ്ണ് ക്ലോക്കിൽ തന്നെയാണ്, ദൈവത്തിൻ്റെ കൈ തെർമോസ്റ്റാറ്റിലാണ്. പ്രതീകാത്മകമായി പറഞ്ഞതാണ്. അതിൻ്റെ അർത്ഥം ഒരു സെക്കൻഡ് പോലും കണക്കിലധികം പരിശോധന നേടാൻ അനുവദിക്കാതെ അവനത് നിയന്ത്രിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്, ദൈവം അടുത്തിരിക്കുന്ന സമയമാണ് നമ്മുടെ കഷ്ടത. 47-ാം സംഘത്തിൽ വ്യക്തമായത് പറയുന്നു, കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്തുണിയാണ്. അവൻ സഹായിപ്പാൻ, വിടുവിക്കാൻ, താങ്ങാൻ കൂടുണ്ട്. അവൻ്റെ കരങ്ങൾ നമ്മെ താങ്ങുന്നു. നാം അത് ചിന്തിക്കുന്നില്ല, നാം അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം കൂടുന്നു, നമ്മുടെ പ്രശ്നം രൂക്ഷമാകുന്നു. എൻ്റെ കർത്താവെല്ലാം കാണുന്നു, അവൻ്റെ ഉള്ളംകരത്തിലാണ് ഞാൻ, അവനറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം അവൻ്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിക്കും. നമ്മുടെ കഷ്ടതകൾ എന്തുദ്ദേശത്തോടെയാണെങ്കിലും അതിനെ വിജയകരമായി തരണം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകും. ഈ അനുഭവത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുക. അപ്പോൾ കഷ്ടതയുടെ ഉദ്ദേശം ഇതാണ്. ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന്, ലോകം നമുക്ക് യോഗ്യമല്ല. ലോകത്തിൽ നമ്മുടെ ക്രിസ്തീയ യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തിനും ലോകത്തിനും ചിന്താഗതിയും രണ്ടാണ്. അപ്പോൾ ഒരിക്കലും യോജിക്കത്തില്ല, സംഘർഷമുണ്ടാകും. മാത്രമല്ല ലോകം നിങ്ങളെ പായിക്കുന്നു,
കർത്താവ് പറഞ്ഞു, എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും എന്ന് മുൻകൂട്ടി പറഞ്ഞായിരുന്നു. 2, അനുസരണക്കേട് മൂലം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വിരുദ്ധമായി നാം നീങ്ങുമ്പോൾ കഷ്ടതയുണ്ടാകുന്നു. 3, ദൈവിക ഉദ്ദേശം നമ്മൾ നിറവേറാൻ കഷ്ടത അനുവദിക്കുന്നു. 4, നമ്മുടെ വിശുദ്ധീകരണത്തിനായി ഒന്നിനൊന്ന് വിശുദ്ധിയിൽ തികഞ്ഞവരായി വരാൻ ദൈവം കഷ്ടത ഉപയോഗിക്കുന്നു. ആകയാൽ കഷ്ടത ശാപമല്ല, കഷ്ടത അനുഗ്രഹമാണ്. കർത്താവ് ചോദിച്ചാൽ അത് കഷ്ടതയാലുള്ള നന്മകളും ഒക്കെ നമുക്ക് പിന്നാലെ ചിന്തിക്കാം. നമ്മുടെ കണ്ണുകളിലേക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. എന്തുകൊണ്ട് കഷ്ടതയുണ്ടാകുന്നു എന്ന് ചുരുക്കം ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ അവിടുന്ന് സഹായിച്ചല്ലോ. അതാ ഞങ്ങളുടെ ജീവിതത്തിൽ ശരിയായി ഞങ്ങൾ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് ചിന്തിപ്പാൻ ഇന്ന് പകൽക്കാലം സഹായിക്കണമേ. അവിടുന്ന് ഇടപെടണമേ. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും അവിടുന്ന് സംസാരിക്കണമേ. കഷ്ടത ശാപമല്ല, അനുഗ്രഹമായി മാറുമെന്ന് ചിന്തിപ്പാൻ കൃപ ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.